Dear students, welcome to Learner's World. In this video, I'm going to talk about why we travel and where is home by Pico Iyer. FAUGP MDC B English Introducing Travel Narratives Journey Beyond Borders, second semester, Calcutta University. Pico Iyer is a British-born essayist and novelist who is famous for his travel writing. He has extensively explored themes of travel and the concept of home in his works. പിക്കോ അയ്യർ ഒരു ബ്രിട്ടീഷ് ബോൺ എസ്സേയിസ്റ്റാണ്, നോവലിസ്റ്റാണ്. അദ്ദേഹം യാത്രകളെക്കുറിച്ചിട്ട് എഴുതിയിട്ടാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തീംസ് എന്ന് പറയുന്നത് ട്രാവൽ, യാത്രാ വിവരണം, അതുപോലെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ ഒരു മേജർ തീമായിട്ട് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നുണ്ട്. Then summary of why we travel, where is home. Why we travel, എന്തുകൊണ്ടാണ് നമ്മൾ യാത്രകൾ ചെയ്യുന്നത്? It is a short essay. In this essay, writer tells us about the benefits of traveling and what positive changes come into our life by traveling. അപ്പോൾ ഇതൊരു ഷോർട്ട് എസ്സേ ആണ് വൈ വി ട്രാവൽ എന്ന് പറയുന്നത്. ഈ ഒരു എസ്സേയിൽ പിക്കോ അയ്യർ നമ്മളോട് പറയുന്നത് ട്രാവലിങ്ങിൻ്റെ നമ്മൾ എന്തിനാണ് യാത്ര ചെയ്യുന്നത്, യാത്രയുടെ ബെനഫിറ്റ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ യാത്രകൾ നൽകുന്ന ആ ഒരു പോസിറ്റീവ് ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ന് പറയുന്നുണ്ട്. ആൻഡ് വൈ ട്രാവലിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലൈഫ്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുന്നത് ട്രാവലിംഗ് എന്ന് പറയുന്നത്, യാത്രകൾ ഒരു പാർട്ട് ഓഫ് ലൈഫായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഷോർട്ട് എസ്സേയിൽ അദ്ദേഹം പറയുന്നത്. Ayer delves into the multifaceted motivations behind our journeys, self-discovery, broadening perspectives and rejuvenation. പിന്നീട് അദ്ദേഹം ഈ ഒരു എസ്സേയിലൂടെ, അതായത് ജേർണീസ് എന്ന് പറയുന്നത്, യാത്രകൾ എന്ന് പറയുന്നത്, അദ്ദേഹം 3 മോട്ടിവേഷൻസ് ട്രാവലിങ്ങിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതായത് ഈ ഒരുപാട് യാത്രകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽഫ് ഡിസ്കവറി അവിടെ ഉണ്ടാകും. അതായത് നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താൻ കഴിയും. അതുപോലെ ബ്രോഡനിങ് പെർസ്പെക്റ്റീവ്സ്, നമ്മുടെ ചിന്താഗതികൾ ഒന്നുകൂടെ വിശാലമാകും. അതുപോലെ റിജുവനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ യങ് ആയിട്ട് മാറും. ഈ ഒരു 3 മോട്ടിവേഷൻസ് അദ്ദേഹം ട്രാവലിങ്ങിലൂടെ നമുക്ക് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അയ്യർ സേ വെൻ വി ട്രാവൽ വി ലോസ്റ്റ് അവർ സെൽസ് ആൻഡ് ഫൈൻഡ് അവർ സെൽസ് ഇൻ ട്രാവലിംഗ്. അപ്പോൾ പിക്കോ അയ്യർ നമ്മളോട് പറയുന്നത്, നമ്മൾ യാത്രകൾ നടത്തുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ യാത്രകളിലൂടെ നമുക്ക് നമ്മളെ കണ്ടെത്തുകയാണ്. അതായത് ഒരു സെൽഫ് ഡിസ്കവറി നമ്മൾ ചെയ്യുന്നുണ്ട്. വി ട്രാവൽ ടു ഓപ്പൺ അവർ ഹാർട്ട് ആൻഡ് ഐസ്. അദ്ദേഹം പറയുകയാണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ യാത്രകൾ ചെയ്യുന്ന സമയത്ത്, പല പല സ്ഥലങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളുടെ ഹൃദയവും കണ്ണുകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വെൻ വി ഗോ ടു ന്യൂ പ്ലേസസ് ഇറ്റ് ഗിവ്സ് എസ് ന്യൂ എക്സ്പീരിയൻസസ്. നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ നൽകുന്നുണ്ട്. വെൻ വി ട്രാവൽ വി ലീവ് അവർ തിങ്കിങ് ഡൗട്ട്സ് ആൻഡ് സെർട്ടനിറ്റീസ് ബിഹൈൻഡ്. നമ്മൾ യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തിങ്കിങ്, നമ്മുടെ ചിന്തകൾ നമ്മൾ അവിടെ ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ ഡൗട്ട്സ്, നമ്മുടെ സംശയങ്ങൾ, സെർട്ടനിറ്റീസ് എല്ലാം അവിടെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അയ്യർ എക്സ്പ്ലോർസ് ദ മോട്ടിവേഷൻസ് ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് ട്രാവൽ. അദ്ദേഹം ഈ ഒരു എസ്സേയിലൂടെ ഈ ഒരു ട്രാവലിംഗ് ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്, ഈ ട്രാവലിംഗ് മോട്ടിവേഷൻസ് നമുക്ക് നൽകുന്ന, ജീവിതത്തിൽ നമുക്ക് നൽകുന്ന മോട്ടിവേഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു ട്രാവലിങ്ങിലൂടെ എന്നുള്ളത് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. He argues that travel is not simply a way to escape from the stresses of daily life, but rather a means to gain perspective and understanding about oneself and the world. അദ്ദേഹം പിന്നീട് ആർഗ്യൂ ചെയ്യുന്നത്, ട്രാവൽ എന്ന് പറയുന്നത്, അതായത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സുകളിൽ നിന്ന് ഉള്ള ഒരു എസ്കേപ്പ്, ഒരു രക്ഷപ്പെടൽ മാത്രമല്ല, അതിലുപരിയായിട്ട് നമുക്കൊരു പെർസ്പെക്റ്റീവ്, ഒരു ചിന്താഗതികൾ
നമ്മുടെ ചിന്താഗതിയിലൊരു മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ നമുക്കൊരു സെൽഫ് ഡിസ്കവറി, നമ്മളെ കണ്ടെത്താനും നമ്മളെ മനസ്സിലാക്കാനും അതുപോലെ അതോടൊപ്പം തന്നെ ലോകത്തെ മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. Iyer draws on his own experiences as a world traveler, explaining that travel helps to break down cultural barriers and broaden one's understanding of the world. അദ്ദേഹം തൻ്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം ഒരു വേൾഡ് ട്രാവലറാണ്. ലോകം മുഴുവൻ കാണുന്ന ഒരാളാണ്. അപ്പോൾ തൻ്റെ അനുഭവത്തിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ യാത്രകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് കൾച്ചറൽ ബാരിയേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. അതായത് ഈ സാംസ്കാരികപരമായിട്ടുള്ള തടസ്സങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ യാത്രകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ലോകത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. He also suggests that travel can help individuals gain a better understanding of themselves and their place in the world, as it allows them to step outside of their familiar surroundings and see things from a new perspective. അദ്ദേഹം പിന്നീട് ഇതിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ട്രാവൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സ്വയം മനസ്സിലാക്കാൻ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ലോകത്തിൽ അവരുടെ പ്ലേസ്, അവരുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ചിന്താഗതികൾ ചേഞ്ച് വരാൻ, അതായത് ഒരു ന്യൂ പെർസ്പെക്റ്റീവിൽ പുതിയൊരു വീക്ഷണകോണിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അഡീഷണലി അയർ കോണ്ടൻസ് that travel can help individuals develop empathy and compassion for others. ഇതുകൂടാതെ നമ്മുടെ റൈറ്റർ നമ്മളോട് പറയുന്നുണ്ട്, യാത്രകൾ നമ്മളെ സഹായിക്കും, ഒരു വ്യക്തിനെ സഹായിക്കും. അതായത് എമ്പതി ഡെവലപ്പ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുണ കാണിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ട്രാവലിംഗ്. He notes that through travel individuals can witness the hardship and struggles of people in different parts of the world, and this can lead to a greater appreciation of the diversity and richness of human experience. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഈ ഒരു ട്രാവലിലൂടെ, ഈ യാത്രകൾ നമ്മൾ ഡിഫറെൻറ്റ് പ്ലേസസിൽ നമ്മൾ ഈ യാത്രകൾ നടത്തുന്നതിലൂടെ ആളുകൾക്ക് ദൃക്സാക്ഷിയാവാൻ കഴിയും. അതായത് ആ ഒരു ലോകത്തിലെ ഓരോ കോണുകളിലുള്ള ആളുകളും എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്, അവരുടെ ജീവിത രീതികൾ എങ്ങനെയൊക്കെയാണ്, അവരുടെ ഡെയിലി ലൈഫ് കൊണ്ടുപോകാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഹ്യൂമൻ എക്സ്പീരിയൻസിൻ്റെ ഒരു റിച്ച്നെസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് നേടാൻ കഴിയും. ISSA argues that travel is a powerful and transformative experience that can help individuals grow and develop in numerous ways. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്സേയിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്, ട്രാവൽ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്നുണ്ട്. അതായത് വ്യക്തികൾക്ക് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ട്രാവൽ എന്ന് പറയുന്നത്. He suggests that by stepping outside of our comfort zones and embracing the unknown, we can gain deeper understanding of ourselves and the world around us. അദ്ദേഹം പിന്നീട് സൂചിപ്പിക്കുന്നത്, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുന്ന സമയത്ത്, അതായത് നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു നമ്മളെക്കുറിച്ചിട്ട് ഒരു സെൽഫ് ഡിസ്കവറി, അത് നമ്മളെക്കുറിച്ചിട്ട് അറിയാൻ പറ്റുന്നത്. നമ്മൾക്ക് ചുറ്റുമുള്ള ഒരു ലോകത്തെക്കുറിച്ചിട്ട്, നമ്മൾ ആ ലോകത്തിൽ എവിടെയാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ദെൻ വേർ ഈസ് ഹോം? In the talk, Iyer refers to home as where you stay the longest and where you most feel comfortable. Where is home എന്ന് പറയുന്നത് പിക്കോ അയ്യറിൻ്റെ ഒരു ടെറ്റോക്കിൽ അദ്ദേഹം സംസാരിച്ചതാണ്. അവിടെ അദ്ദേഹം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മുടെ ഹോം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. He talked about his memories, like how he thought of his toothbrush as home because it was the only object left after the force that destroyed his house, or when he felt anxious going to get away place his friend wanted for him to go to known as a monastery. അദ്ദേഹം പിന്നീട് തൻ്റെ കുട്ടിക്കാലത്തെ മെമ്മറീസ് അദ്ദേഹം ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. അതായത് തൻ്റെ വീട് ഫയറിൽ തീപിടിച്ച് നശിച്ച സമയത്ത് അവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ ടൂത്ത് ബ്രഷ് മാത്രമേ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. I think that home can be his sweet
ഹാർട്ട് ആൻഡ് ഹിസ് ക്ലോസസ്റ്റ് ഫ്രണ്ട്. അദ്ദേഹം തൻ്റെ ഹോം എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ഹാർട്ടായിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്, അതുപോലെ ഒരു ക്ലോസസ്റ്റ് ഫ്രണ്ടായിട്ടാണ്. ഹി ബിലീവ്സ് ദാറ്റ് ഹോം ഈസ് നോട്ട് ഓൺലി വേർ യു വേർ ബോൺ ഓർ റൈസ്ഡ് ബട്ട് ഓൾസോ വേർ യു ബിക്കം യുവർ സെൽഫ്. അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് ഹോം എന്ന് പറയുന്നത് നമ്മളെവിടെയാണോ ജനിച്ചത് അല്ലെങ്കിൽ നമ്മളെവിടെയാണോ വളർന്നത് എന്നുള്ളത് അല്ല, അതല്ല ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കംഫർട്ട് സോണാണ്. അതായത് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണ് നമ്മുടെ ഹോം എന്നാണ് അദ്ദേഹം പറയുന്നത്. I spoke about how he lost his house in fire and referred to the toothbrush as being the only memory of his house. അദ്ദേഹം തൻ്റെ വീട് നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവിടെ തൻ്റെ ഒരു മെമ്മറി ആയിട്ട്, എൻ്റെ വീടിൻ്റെ ഒരു ഓർമ്മയായിട്ട് എനിക്ക് അവിടെ അവശേഷിക്കുന്നത് ഒരു ടൂത്ത് ബ്രഷ് മാത്രമാണെന്ന് പറയുന്നുണ്ട്. IS insight encourages a deep contemplation of how travel shapes our identity and how we define home beyond mere physical space. അയ്യരുടെ ആ ഒരു ഇൻസൈറ്റ്സ്, ആ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, ഹോം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്പേസിന് അതീതമാണ് അദ്ദേഹം ഹോമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ യാത്രകൾ നമ്മുടെ ഐഡൻറ്റിറ്റിനെ ഷേപ്പ് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.